വിശക്കുന്നുണ്ടായിരുന്നു. അവൻ ആഹാരം പോലും കിട്ടിയില്ല. പന്നികൾ തിന്നുന്ന വാഴ കൊണ്ട് അവന്റെ വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ അതുപോലും അവൻ ആരും നൽകിയില്ല. അവന് സുബോധം വന്നു. തന്റെ ഭവനത്തെയും പിതാവിനെയും ഓർത്തു. തന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു. ഞാനോ ഇവിടെ വിശന്ന് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനിയും നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരൻ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുവാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി. തന്റെ മകൻ പോയ ദിവസം മുതൽ വളരെ ദുഃഖിതനായിരുന്നു. എന്നും ആ പിതാവ് തന്റെ മകനെ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അങ്ങ് ദൂരേന്ന് വരുന്ന തന്റെ മകൻ ക്ഷീണിതനായി വരുന്നത് കണ്ടു. അപ്പൻ മനസ്സലിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. മകൻ പറയുവാൻ തീരുമാനിച്ച വാചകങ്ങൾ പറയുന്നതിന് മുൻപേ അപ്പൻ എഴുതരമായ ധരിപ്പിക്കുകയും കൈകളിൽ മോതിരവും കാലിൽ ചെരുപ്പ് അണിയിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, എഴുതരമായ അങ്കി മാന്യതയെയും മോതിരം അധികാരത്തെയും സൂചിപ്പിക്കുന്നു. ചെരുപ്പ് പുത്രന് അംഗീകരിക്കുന്നു. ഈ സമയം വയലിലായിരുന്ന അവന്റെ സഹോദരൻ വന്നപ്പോൾ അവിടെ വാദ്യഘോഷങ്ങൾ കേട്ടു. ബാല്യക്കാരൻ ഒരുവനെ വിളിച്ച് എന്തെന്ന് ചോദിച്ചു. ബാല്യക്കാരൻ അവനോട്, ഇതാ നിന്റെ സഹോദരൻ വന്നിരിക്കുന്നു. നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് കാളക്കുട്ടിയെ അറുത്തുവല്ലോ എന്ന് പറയും.